ഹലോ, ഇന്ന് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ തന്നെയും 2 ആഴ്ച വരെ കേടുകൂടാതിരിക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുത്താൽ മതി. ഇനി 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ മാറി വരും. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആകാൻ നിൽക്കേണ്ട, അപ്പോൾ ചെറിയൊരു കയ്പ്പ് വരും. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നെയ്യിലോ ഓയിലോ കുറച്ച് കിസ്മിസും കാഷ്യൂസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പയറിലേക്ക് പഞ്ചസാര സിറപ്പിൻ്റെ പകുതിയും റോസ്റ്റ് ചെയ്തിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടും ഒന്ന് നനഞ്ഞ് വന്നതിന് ശേഷം ബാലൻസ് ഉള്ള പഞ്ചസാര സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കയ്യിലിട്ട് ബോളാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി എല്ലാതും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറുപയറിൻ്റെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ തരികളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അരിയുടെ ഒക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടും. എന്നാൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.